Hello, my dear students. In this class, we are going through the line-by-line explanation of the poem Any Woman by Catherine Tynan. There are 6 stanzas in the poem, and each stanza consists of 4 lines. It is a simple poem, and it is known for its use of figure of speech. In this poem, Catherine Tynan, the poet, used so many number of figures of speech in this poem. The speaker of the poem is a mother. The title Any Woman itself refers a single woman. The poem discusses about the importance of mother in a family and her role in a family. So we can move on to the profile of Catherine Tynan. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാതറിൻ ടൈനാൻ എഴുതിയിട്ടുള്ള എനി വുമൺ എന്നുള്ള പോയാണ്. അപ്പൊ നമുക്ക് കാതറിൻ ടൈനാനിന്റെ പ്രൊഫൈല് നോക്കിയിട്ട് നമുക്ക് പോയം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. Catherine Tynan is an Irish-born writer known mainly for her novels and poetry. അപ്പൊ കാതറിൻ ടൈനാൻ ജനിച്ചിട്ടുള്ളത് 1859 ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ. അപ്പൊ കാതറിൻ ടൈനാൻ 1859 ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവര് 1931 മരിച്ചിട്ടുണ്ട്. അവര് ഒരു ഐറിഷിൽ ജനിച്ചിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അവർ അവരുടെ നോവൽസ് കൊണ്ടും പോയട്രി കൊണ്ടും ഒരുപാട് പ്രശസ്തി നേടിയിട്ടുണ്ട്. She has to her credit more than score of novels and 7 book of verse. അവര് ഒരുപാട് നോവൽസ്, അവരുടെ പ്രശസ്തി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ 7 ബുക്ക് ഓഫ് പോയട്രി, അതായത് 7 പോയട്രി കളക്ഷൻ, കവിതാ സമാഹാരങ്ങളും ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷീ യൂഷ്വലി റോട്ട് അണ്ടർ ദ നെയിം കാതറിൻ ടൈനാൻ ഹിങ്സൺ. അവര് ഇപ്പൊ ഓരോരുത്തരും ഓരോ റൈറ്റേഴ്സും ഓരോ തൂലികാനാമം അല്ലെങ്കിൽ ഒരു നെയിമിന്റെ അണ്ടറിലാവും അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കാതറിൻ ടൈനൻ എങ്ങനെയാന്ന് വെച്ചാല് കാതറിൻ ടൈനൻ ഹിങ്സൺ എന്നുള്ള പേരിലാണ് അവരുടെ ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹെർ ഹ്യൂമൻ സിമ്പതി ഇസ് കീൻ. അവരുടെ ഹ്യൂമൻ സിമ്പതി, അവര് ഭയങ്കര സിമ്പത്തറ്റിക് ആയിരുന്നു, എല്ലാത്തിനോടും ഒരു സിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ലേഡി ആയിരുന്നു കാതറിൻ ടൈനൻ. അവരുടെ സിമ്പതി എന്ന് പറഞ്ഞാൽ വളരെ കീനായിരുന്നു, പ്രശസ്തി ആർജിച്ചായിരുന്നു. ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റന്റ്. അവരുടെ സിമ്പതി കീനും ടെൻഡറും വാമും വളരെ മൃദുലവും ചൂടുള്ളതും അതുപോലെ തന്നെ കോൺസ്റ്റന്റും. അതായത് അവര് ഒരു നല്ല സിമ്പത്തറ്റിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ദ പോയം എനി വുമൺ പ്രസന്റ്സ് ദ ഓൾ എൻറേജിങ് പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. അപ്പൊ നമ്മുടെ ഈ പോയം ഉണ്ടല്ലോ എനി വുമൺ, അത് ഒരു ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വുമൻസിനുള്ള പങ്ക്, അല്ലെങ്കിൽ ഒരു ലേഡി മദർ, അവർക്കുള്ള പങ്ക് എന്താണ് എന്നാണ് കാതറിൻ ടൈനൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് ഈ പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കാതറിൻ ടൈനാന്റെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു പ്രൊഫൈലാണ്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻഡ് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ മുകളില് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് വായിച്ചു പോകാം. വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? അപ്പോ ഇവിടെ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? നിങ്ങളുടെ മനസ്സിലുള്ള ഫ്രീഡം എന്നതിന്റെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിന് നമുക്ക് കറക്റ്റ് ഒരു ഡെഫിനിഷൻ ഉണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? എപ്പോഴാണ് ഒരു വ്യക്തി റിയൽ ഫ്രീഡം, അതായത് യഥാർത്ഥ ഫ്രീഡം, സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നത്? ഡു വുമൺ എൻജോയ് റിയൽ ഫ്രീഡം? ശരിക്കും സ്ത്രീകള് ശരിയായ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ? വുമൺ സപ്പോർട്ട് എ ഫാമിലി, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? വുമൺ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? പക്ഷേ
അവരുണ്ടല്ലോ വുമൺ എന്ന് പറയുന്നവർ, സ്ത്രീകള് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു വുമൺ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത്? സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ സ്റ്റാറ്റസ് നമ്മുടെ സൊസൈറ്റിയിൽ ലഭിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? ഡു വുമൺ എൻജോയ് റിയൽ ഫ്രീഡം? When women support the family, but are they really supported by the family? Do women share equal status with men? അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് റീഡിങ്ങിന് വേണ്ടി കൊടുക്കലാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. Any woman, Catherine Tynan. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin utterly. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. അപ്പോ ഇതില് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഐ എന്നുള്ളതിൽ സ്പീക്കറായിട്ട് നമ്മളുടെ പോയത്തിന്റെ സ്പീക്കർ ഒരു മദറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ മദറാണ്, ആ മദറാണ് ഇവിടെ ഐ എന്നുള്ളത്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഞാൻ വീടിന്റെ തൂണുകളാണ്. അതായത് പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ തൂണുകൾ. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഞാൻ വീടിന്റെ തൂണുകളാണ്. ദ മദർ സേസ് ഷീ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പൊ അമ്മ പറയാണ് ഞാൻ വീടിന്റെ തൂണുകളാണെന്ന്. ബിക്കോസ് പില്ലേഴ്സ് ആർ ദ മെയിൻ പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൂണുകളാണ് മെയിൻ ആയിട്ടുള്ള പാർട്ട്. ആൻഡ് ഇറ്റ് ഗേവ് എ സപ്പോർട്ട് ലൈക്ക് ദ പില്ലേഴ്സ്. അതുപോലെ തന്നെ ഒരു വീടിന്, ഒരു ഹൗസ് ബിൽഡിങ്, അതിന് എന്താ ഒരു നിലനിൽപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് തൂണുകളാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ ആ ഫാമിലിയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മദറാണ്. അതുകൊണ്ടാണ് അമ്മ ഇവിടെ സ്വയം പില്ലറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈനിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാ? മെറ്റഫർ ആണ്. അപ്പൊ അവര് പറയാണ് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. കാരണം അവരാണ് ഈ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവര് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ആവും. അതുകൊണ്ടാണ് അവർ സ്വയം ആ വീടിന്റെ പില്ലേഴ്സ് ആണെന്ന് പറയുന്നത്. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ഞാൻ ത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ഇവിടെ കമാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, വൃത്താകൃതിയിലുള്ള എൻട്രി ഒക്കെ നമ്മുടെ ഈ ഗേറ്റ് ഒക്കെ അല്ലേ, നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഒക്കെ, അതുപോലെ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കമാനം, അതാണ് ഇവിടെ ആർച്ച് എന്ന് പറയുന്നത്. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാല് മെയിൻ സ്റ്റോൺ, അടിസ്ഥാന ശില എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് മദർ വീണ്ടും അവര് സ്വയം കീ സ്റ്റോണുമായിട്ട്, അതായത് ഒരു ആർച്ചിന്റെ, ഒരു കമാനത്തിന്റെ അടിസ്ഥാന ശിലയുമായിട്ട് അവരെ കമ്പയർ ചെയ്യുക. അപ്പൊ ഈ ലൈനിലും നമുക്ക് മെറ്റഫർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്പീക്കർ മദർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമാനത്തിന്റെ അടിസ്ഥാന ശില അവളാണ് എന്നാണ്. കീ സ്റ്റോൺ ഈസ് ദ മെയിൻ സ്റ്റോൺ ഓഫ് ദ ആർച്ച്. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആർച്ച് ഉണ്ടല്ലോ, അതായത് കമാനത്തിന്റെ സെന്ററിൽ വെച്ചിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആ കീ സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ ഈ കമാനം കംപ്ലീറ്റ് ആയി പൊളിയും. അതുകൊണ്ട് തന്നെ ഇവിടെ അവര് ആർച്ചിന്റെ കീ സ്റ്റോൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ കീ സ്റ്റോൺ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ കമാനം എൻഡയർ ആയിട്ട് റൂയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് മദറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലിയും കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മ അവളെ പില്ലറിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്, പിന്നെ ആർച്ചിന്റെ കീ സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ. If you take the mother away from the house, then the wall and roof fall down and the building will collapse completely. അപ്പൊ ഇവിടെ ടേക്ക് മീ അവേ എന്നുള്ളതിൽ ഈ മീ ആരാ? മദർ ആണ്. അപ്പൊ മദർ പറയാണ് ടേക്ക് മീ അവേ.
and roof and wall will fall to ruin me utterly. എന്നെ ഈ ഫാമിലിയിൽ നിന്ന് എടുത്തു മാറ്റുവാണെങ്കിൽ then the wall and roof fall down. എന്നെ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വീടിന്റെ ചുമരുകളും അതുപോലെ തന്നെ റൂഫും മേൽക്കൂരയും എല്ലാം നിലത്ത് വീഴും. അങ്ങനെ ആ ഹൗസ് കംപ്ലീറ്റ് ആയി റൂയിൻ ചെയ്യും. അട്ടർലി എന്നുള്ളതിന്റെ മീനിങ് പൂർണ്ണമായി. അട്ടർലി എന്ന് പറഞ്ഞാല് പൂർണ്ണമായി എന്നാണ്. പിന്നെ അതുപോലെ തന്നെ റുയിൻ നശിക്കുക. കാരണം മദർ പറയുന്നത് എന്താന്ന് വെച്ചാല് അവളാണ് ഈ വീടിന്റെ പില്ലേഴ്സും കീ സ്റ്റോണും. അതുകൊണ്ട് തന്നെ കാരണം കീ സ്റ്റോൺ ആയിക്കോട്ടെ പില്ലേഴ്സ് ആയിക്കോട്ടെ ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു ആർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ. അതുപോലെ തന്നെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മദർ. ഇപ്പോ നമ്മൾ ഒരു കമാനത്തിൽ നിന്ന് ഒരു കീ സ്റ്റോൺ മെയിൻ ആയിട്ടുള്ള കീ സ്റ്റോൺ എടുത്ത് കളയുവാണെങ്കിൽ ആ കമാനം കംപ്ലീറ്റ് റൂയിൻ ആവും. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ പില്ലേഴ്സ് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ ആ ബിൽഡിങ്ങും ഫോൾ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഫാമിലിയിൽ നിന്ന് മദറിനെ ഒഴിവാക്കുവാണെങ്കിൽ ആ ഫാമിലി കംപ്ലീറ്റ് ആയി റൂയിൻ ചെയ്യും. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് through this stanza poet says mother is the important part of a house. Without a mother the family will be just like a ruined house. അപ്പൊ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പോയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് മദർ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഫാമിലി എന്ന് പറയുന്നത് ഒരു നശിച്ച അല്ലെങ്കിൽ റുയിൻഡ് ആയിട്ടുള്ള ഒരു ഹൗസിനെ പോലെയാണെന്നാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിതിൽ രണ്ട് മെറ്റഫേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അമ്മ സ്വയം പില്ലേഴ്സിനോടും കീ സ്റ്റോണിനോടും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻസിൽ ഒരു ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസിനെയാണ് പോയറ്റ് എംഫസൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth. Which else were colder than a stone? I am the fire upon the hearth. അടുപ്പില് തീയാണ് ഞാൻ. ഇവിടെ ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ, ഹെർത്ത് അടുപ്പ്. അപ്പൊ അമ്മ ഇവിടെ പറയാണ് ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. അടുപ്പിലെ തീയാണ് ഞാൻ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യപ്രകാശമാണ് ഞാൻ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. എർത്തിനെ, അതായത് നമ്മുടെ ഭൂമിയെ എനർജറ്റിക് ആക്കുന്ന വാംത്ത്, ചൂടാണ് ഞാൻ. അതുപോലെ തന്നെ വിച്ച് എൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാനില്ലെങ്കിൽ ഒരു പക്ഷേ ഈ എർത്ത് അല്ലെങ്കിൽ ബിക്കം കോൾഡർ ദാൻ, ഞാനില്ലെങ്കിൽ ഈ എർത്ത്, മദറിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വോൾ എർത്ത് ആയിട്ടുള്ളത് അവളുടെ ഫാമിലിയാണ്. അതൊരു കല്ലിനേക്കാൾ കോൾഡർ ആവും, അതായത് കല്ലിനേക്കാൾ തണുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, അടുപ്പിലെ തീയാണ് ഞാൻ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഞാൻ സൂര്യപ്രകാശമാണ്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, ഞാനാണ് എർത്തിനെ ചൂട് പകരുന്നത്. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ എർത്ത് ഒരു കല്ലിനേക്കാൾ തണുത്തുറഞ്ഞിരിക്കും. ഇത്രയാണ്. അപ്പൊ ഇൻ ദിസ് സ്റ്റാൻസ പോയറ്റ് സേസ് മദർ മേക്സ് ദ ഫാമിലി alive, she makes the family alive just like sun makes the earth alive and fire makes the earth alive. അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മദർ ഉണ്ടല്ലോ, മദറാണ് ആ ഫാമിലിയെ ജീവസുറ്റതാക്കുന്നത്, അലൈവ് ആക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിനെ ഇവർ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു അടുപ്പിന് ഫയർ, ഒരു ഫയർ എങ്ങനെയാണോ അടുപ്പിനെ ഹെർത്തിനെ വാംതാക്കി വെക്കുന്നത്, അതുപോലെയും സൂര്യൻ എങ്ങനെയാണ് നമ്മുടെ എൻറ്റയർ എർത്തിനെ
വാംതാക്കി വെക്കുന്നത്. അതുപോലെയാണ് ഞാൻ എൻ്റെ ഫാമിലിയെ വാംതാക്കി വെക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ് മദർ. അവളെ ഇല്ലെങ്കിൽ ആ ഫാമിലി തണുത്തുറഞ്ഞു പോകും എന്ന് പറഞ്ഞാല് അവര് ഭയങ്കര ruin ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. Without a mother, the house won't be a place to live. Just like without a sun and the earth won't be a place to live. So simple we can say mother makes the family alive. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാല് വീട് എന്ന് പറയുന്നത് ഒരു ജീവിക്കാനുള്ള ഒരു വെറും സ്പേസ് മാത്രമായി പോകും. കാരണം ഹോമും ഹൗസും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഹോം എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരു ഫാമിലിയിലെ ബോണ്ടിങ്ങും ഹാപ്പിനെസ്സും എല്ലാം ഉള്ളതിനെ നമ്മൾ ഹോം എന്ന് പറയും. ഹൗസ് എന്നുള്ളത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ മാത്രമാണ് പറയുക. അപ്പോൾ അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഫാമിലി അല്ലെങ്കിൽ ഈ ഫാമിലി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വീട് ഒരിക്കലും ഒരു ഹോം ആവുന്നില്ല, അത് വെറും ഹൗസ് മാത്രമാണ് ആവുന്നത്. കാരണം അവിടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്ലേസ് മാത്രമായിട്ട് തീരും. അവിടെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അതിനെ അവർ കമ്പയർ ചെയ്തിരിക്കുന്നത് സണ്ണില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. സൂര്യന്റെ ചൂടില്ലാതായി കഴിഞ്ഞാൽ എർത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫയർ ഇല്ലാതായാൽ അടുപ്പിനും നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇനി നമുക്ക് തേർഡ് നോക്കാം. At me the children warm their hands, and their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. At me the children warm their hands. കുട്ടികൾക്ക് എന്നിൽ നിന്നാണ് പ്രചോദനം. ഇവിടെ വാം എന്നുള്ളത് പ്രചോദനം എന്നാണ്. ഇൻസ്പിറേഷൻ എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ മീനിങ് ആയിട്ട് എടുക്കാവുന്നത്. വാം ദെയർ ഹാൻഡ്സ്, കുട്ടികൾക്ക് എന്നിൽ നിന്നാണ് പ്രചോദനം ലഭിക്കുന്നത്. ചിൽഡ്രൻ ബിക്കം ആക്റ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മദർ. കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എവിടെയും ആക്റ്റീവായിട്ട് മുന്നേറാൻ പറ്റും. ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെയൊക്കെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ അല്ലെങ്കിൽ അവര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എന്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇൻസ്പിറേഷനും പ്രൊട്ടക്ഷനും വാംത്തും എല്ലാം കൊടുക്കുന്നത് ആരാ? മദറാണ്. അതാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. I am their light of love alive. ഞാൻ അവരുടെ ജീവനുള്ള സ്നേഹത്തിന്റെ പ്രകാശമാണ്. ഇവിടെ ജീവനുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന് ജീവനുണ്ട് എന്നുള്ളതല്ല കേട്ടോ. ഈ ലൈനിൽ എന്താ പറയുന്നത് വെച്ചാല്, ഒരു ലോകത്ത് ഇപ്പൊ ഒരു കുഞ്ഞിന് പ്യുവർ ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ പ്യുവർ ആയിട്ടുള്ള ലവ് കൊടുക്കാൻ പറ്റിയ അമ്മയ്ക്ക് മാത്രമാണ്. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് to them. Children gets real form of love from their mother. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ ആയിട്ട് നമുക്ക് ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള ലവ് ഉള്ള കാലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് പ്യുവർ ലവ് കിട്ടുന്നത് അവരുടെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മദറാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വീടിന് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ഫിഗർ മദറാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വേണ്ടി വരുന്ന ഒരാളും മദറാണ്. വിതൗട്ട് മീ കോൾഡ് ദ പ്രഷ്യസ് സ്റ്റാൻഡ്സ്. ഞാനില്ലെങ്കിൽ അടുപ്പുകളിൽ തണുത്തതായിരിക്കും. എക്സ്പെക്ട് മദർ നോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വീട്ടിലെ അടുപ്പുകളിൽ തണുത്ത് കിടക്കും. കാരണം എന്താ? അവളല്ലാതെ വേറെ ആരും വീട്ടില് അത്തരം പണികളൊന്നും ഹൗസ് കോർ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വീട്ടിലെ അടുപ്പുകളിലും തണുത്തുറഞ്ഞിരിക്കും. അതിന്റെ വാംത്തും ഫയറും എല്ലാം പോകും. കാരണം
നോ വൺ ഇൻ ദ ഫാമിലി പ്രിപ്പയർ ദ ഫുഡ്, മദർ ഫീഡ്സ് ദ ഫാമിലി. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മ അല്ലാണ്ട് ആരും വീട്ടിൽ കുക്ക് ചെയ്യൂല. മദറാണ് വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്, അതായത് എല്ലാവരെയും കഴിപ്പിക്കുന്നത്. അമ്മയാണ് എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്നതും അവരെ കൂടെ നിന്ന് കഴിപ്പിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ പോലും വീട്ടിൽ ആളുണ്ടാവില്ല. Nor could the precious children thrive. Without the mother, the children can't grow well. അമ്മയില്ലാതെ ഒരു കുട്ടിക്ക് നന്നായിട്ട് വളരാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഫസ്റ്റ് ലൈന് പറയുന്നത് എന്താ വെച്ചാല് കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് മദറിൽ നിന്നാണ്. സെക്കൻഡ് ലൈൻ പറയുന്നത് കുട്ടികൾക്ക് പ്യുവർ ലവ് കിട്ടുന്ന അമ്മയിൽ നിന്നാണ്. അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ വീട്ടില് ഫുഡ് പോലും പ്രിപ്പയർ ചെയ്യാൻ വേറെ ആരുമില്ല. അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് വളരാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻസ 4 കൂടെ നോക്കാം. സ്റ്റാൻസ 4 പറയുന്നത് എന്താന്ന് വെച്ചാല്, I am the twist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child go a wandering. I am the twist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child goes a wandering. അപ്പോൾ അവാൻഡറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല എന്നാണ്. വാൻഡറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവാൻഡറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അതുപോലെ തന്നെ നോട്ട് കെട്ട്, നോട്ട് KNOT കെട്ട്. സാക്രഡ് പരിശുദ്ധമായ. ഇവിടെ സാക്രഡ് റിങ്ങിന്റെ മീനിങ് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ കിൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്നൊക്കെയാട്ടോ. പിന്നെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡർ. നമ്മളിപ്പോ ഒരു സാധനം ഹോൾഡ് ചെയ്യാൻ വേണ്ടി പിടിക്കുന്ന ഹോൾഡർ ഇല്ല, അതിനെയാണ് ട്വിസ്റ്റ് എന്ന് പറയുക. അപ്പൊ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡർ. സാക്രഡ് റിങ് ഇവിടെ കിൻഷിപ്പ് ആണ്. ശരിക്കും സാക്രഡിന്റെ മീനിങ് പരിശുദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ. നോട്ട് കെട്ട്, ടൈ എന്നൊക്കെ പറയില്ലേ. പിന്നെ അവാൻഡറിങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാത്തത്, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. I am the twist that holds together. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഹോൾഡർ ആണ് ഞാൻ. കാരണം ഒരു ഹോൾഡർ നമ്മൾ എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യത്തെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിയെ മുറുകെ പിടിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, എല്ലാ ഡേഞ്ചേഴ്സ് ആയിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാം തരണം ചെയ്ത് ആ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗറാണ് മദർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫാമിലിയെ ടുഗദർ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ട്വിസ്റ്റ് ആണ് ഞാൻ എന്ന് ഇവിടെ അമ്മ പറയാണ്. ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സാക്രഡ് ട്രീ, അതായത് മദർ കുട്ടികളെ ബ്ലഡ് റിലേഷൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെല്ലാം എൻ്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം അവളുടെ കൈക്കുള്ളിൽ എല്ലാവരെയും ഹോൾഡ് ചെയ്ത് അവർക്ക് വേണ്ട ലവും കെയറും എല്ലാം അവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ്. Their note of love from whose close tether. അമ്മയുടെ സ്നേഹബന്ധത്തിന്റെ കെട്ടിന്റെ ബലത്താൽ ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞു പോവില്ല മക്കള്. നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. അവിടെ പറയുന്നത് എന്താ വെച്ചാല് അമ്മയുടെ, ഇവിടെ നോട്ട് ഓഫ് ലവ്, ദെയർ നോട്ട് ഓഫ് ലവ് എന്നുള്ളത് അമ്മയുടെ സ്നേഹത്തിന്റെ കെട്ട്, അതായത് അമ്മയുടെ സ്നേഹത്തിന്റെ പരിശുദ്ധതയും പവിത്രയും അതുപോലെ തന്നെ ആ ഒരു ദൃഢതയും കൊണ്ട് അവരുടെ മക്കളൊന്നും ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻസയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ദിസ് സ്റ്റാൻസ സേസ് ദ റിയൽ ലവ് ഓഫ് മദർ ഹോൾഡ്സ് ഹെർ ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. The children will be on the right path because of the pure love of mother. അപ്പൊ ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത് വെച്ചാല് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള റിയൽ ലവിനെ പറ്റിയിട്ടാണ്. കാരണം അമ്മ ആ ഫാമിലിയിൽ അവളുടെ മക്കളെയൊക്കെ ഒരുപോലെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അവള് കൊടുക്കുന്ന പരിശുദ്ധമായ
സ്നേഹം കൊണ്ട് അവരുടെ മക്കള് ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു വാണ്ടററായി തീരൂല എന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് സൈഡായിട്ട് നീങ്ങിയതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4 സ്റ്റാൻസയാണ്. ഇനി 2 സ്റ്റാൻസ കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റാൻസ, ഇത് മൊത്തത്തിൽ ഒരു 6 സ്റ്റാൻസ പോയാണ് ഇത്. അതുപോലെ ഈച്ച് സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് 4 ലൈൻസ്. 6 സ്റ്റാൻസ് ഉള്ള പോയാണ്. അതിൽ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻ ആണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. കാരണം AB CD ആയിരിക്കും ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം. എന്നാൽ ബാക്കിയുള്ള സ്റ്റാൻസസ് ഒക്കെ എഴുതിയിരിക്കുന്നത് AB എന്നുള്ള റൈം സ്കീമിലാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് ABCD ആണ്. ബാക്കിയുള്ള 5 സ്റ്റാൻസസ് ഉണ്ടല്ലോ, അതിന്റെ റൈമിംഗ് സ്കീം AB എന്നാണ്. അപ്പോ ഇത്രയാണ് നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുള്ള 4 സ്റ്റാൻസയിൽ പറയുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി. ഈ പോയത്തിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് അമ്മയാണ്. ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവളുടെ മക്കൾക്കാവട്ടെ, ഹസ്ബൻഡിനാവട്ടെ, പാരൻസിനാവട്ടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു മദറാണ്. അതുകൊണ്ട് തന്നെ ഒരു മദറിന്റെ പ്രസൻസ് ഇല്ലാണ്ടായാൽ ആ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന വീട് നമുക്ക് വെറും ഒരു ജീവിക്കാനുള്ള ഇടം മാത്രമായി തീരും. ഒരിക്കലും അവിടെ നമുക്ക് ഹാപ്പിനെസ് ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ സ്റ്റാൻസ ഒന്ന് നോക്കാം. I am the house from floor to roof. I deck the walls. The board I spread. I spin the curtains. Warp and woof. Warp and woof and shake the down to be their bed. I am the house from the floor to roof. I deck the walls. The board I spread. I spin the curtains. Warp and woof. Shake the down to be their bed. അപ്പൊ 5th സ്റ്റാൻസയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, വീടിന്റെ റൂഫ് എന്ന് പറഞ്ഞാല് മേൽക്കൂര, ഫ്ലോറ് തറ. വീടിന്റെ തറ മുതൽ ഞാനാണെന്നാണ് അമ്മ പറയുന്നത്. തറ മുതൽ റൂഫ് വരെ, അതായത് ഒരു വീടിന്റെ ഫ്ലോറ് മുതൽ റൂഫ് വരെ ഞാനാണ്. കാരണം ആ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് അവളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അവൾക്കറിയാം. വീടിന്റെ എല്ലാ കാര്യങ്ങളും, 1 മുതൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ വീടിന്റെ ഫ്ലോർ ടു റൂഫ് എന്ന് പറയുന്നത്. അവർ സ്വയം കമ്പയർ ചെയ്യാണ് വീടിന്റെ ഫ്ലോറുമായിട്ടും റൂഫായിട്ടും ഒക്കെ അവര്. ഷീസ് ദ ഹൗസ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഷീസ് എവറിത്തിങ് ഇൻ ദ ഫാമിലി. ആ വീട് ഉണ്ടായ കാലം തൊട്ട് അവൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വീടിനെ അറിയും പോലെ ആർക്കും അറിയുന്നില്ല. ഇപ്പൊ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവരാരും വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്നവരല്ല. പക്ഷെ ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വീടിന്റെ എല്ലാ കാര്യങ്ങളെയും എല്ലാ ഭാഗങ്ങളെ പറ്റിയിട്ടും നന്നായിട്ട് അറിയാം. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അതിനെ പറ്റിയിട്ട് ഇത്ര ധാരണയോ കെയറോ ഒന്നും ഇല്ലെങ്കിലും അവൾക്ക് എല്ലാം അറിയാൻ പറ്റും. ഷീസ് എവറിത്തിങ് ഇൻ ദ ഫാമിലി. അവളാണ് ആ വീട്ടിലെല്ലാം, അല്ലെങ്കിൽ ആ ഫാമിലിയിലായിക്കോട്ടെ, ആ ഹൗസിലായിക്കോട്ടെ, എല്ലാം അവളാണ്. ഐ ഡെക്ക് ദ വാൾസ്. ഐ ബോർഡ് ഐ സ്പ്രെഡ്. ഞാൻ വാൾസ് ഡെക്കറേറ്റ് ചെയ്യും.
ഇനി ഇവിടെ തൊട്ടിട്ട് പറയുന്നത് എന്താ വെച്ചാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു അമ്മയാണല്ലോ. അപ്പൊ ഇവിടെ ഈ അമ്മ പറയുവാണ്, ഞാന് walls എല്ലാം ഡെക്കറേറ്റ് ചെയ്യും, വീടിന്റെ wall എല്ലാം ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബോർഡ്സ് വൃത്തിയാക്കുകയും ചെയ്യും. വീട്ടിലുള്ള ബോർഡ്സ്, മേ ബി അത് കബോർഡ്സ് ആയിരിക്കാം, അത് ക്ലീൻ ചെയ്യും. അതായത് വീട്ടിലെ ക്ലീനിങ്, ഡെക്കറേഷൻ എല്ലാം അവർ തന്നെയാണ്. വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയി സൂക്ഷിക്കുന്നത് അമ്മയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഐ സ്പിൻ ദ കർട്ടൻസ്. സ്പിൻ എന്ന് പറയുക, സ്പിന്ന് തുന്നുക, അതായത് സ്റ്റിച്ച് ചെയ്യുന്നത്. വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറഞ്ഞാല് എന്താ, ഫുള്ളി നോക്കിയാട്ടോ മീനിങ് വരുന്നത്. അപ്പൊ അമ്മ പറയുവാണ്, ഞാനാണ് വീട്ടിലെ കർട്ടൻസ് കീറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ആൻഡ് ഐ ഷേക്ക് ഡൗൺ ടു ദെയർ ബെഡ്. കുട്ടികൾക്ക് കിടക്കാനുള്ള കിടക്ക് ഞാൻ തയ്യാറാക്കുന്നു. അതായത് ഒരു വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇപ്പോ അടുക്കളയിലാവട്ടെ എല്ലാ ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് അവളുടെ കുട്ടികൾക്ക് കിടക്കാനുള്ള കിടക്കയും വിരിച്ച് അവരെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് അവർ ഉറങ്ങുക. അതായത് ഒരു വീട്ടിൽ അവൾക്കുള്ള വർക്കിനെ പറ്റിയിട്ടും പണികളെ പറ്റിയിട്ടും അവൾ ചെയ്യുന്ന ക്ലീനിങ് ഡ്യൂട്ടീസിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ സ്റ്റാൻസയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. അതായത് വീട്ടിലെ ഫ്ലോർ ടു റൂഫ് ഞാനാണ്, ഞാൻ വീട്ടിലെ വോൾസ് ഡെക്കോർ ചെയ്യുന്നു, ബോർഡ്സ് ക്ലീൻ ചെയ്യുന്നു, കർട്ടൈൻസ് സ്റ്റിച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ മക്കളെ കിടക്കാനുള്ള ബെഡ് റെഡിയാക്കുന്നു. ഇനി നമുക്ക് 6th സ്റ്റാൻസ നോക്കാം. I am their wall against all danger, their door against the wind and snow. Though whom a woman lied in a manger, take me not till the children grow. I am their wall against all danger, their door against wind and snow. Though whom a woman lied in a manger, take me not till the children grow. I am their wall against all dangers. അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് വരുന്ന എല്ലാ പ്രോബ്ലംസിനും എല്ലാ ഡേഞ്ചേഴ്സിനും അവർ പ്രൊട്ടക്ട് ചെയ്ത് അവരിലേക്ക് എത്താതെ സൂക്ഷിക്കുക. അതായത് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റാരിലേക്കും എത്താതെ അവരൊരു വോള് പോലെ നിന്നിട്ട് അതിനെ അവിടെ കവർ ചെയ്ത് നിർത്തുക. കാരണം വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും അവര് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡേഞ്ചറും ഒരു ആപത്തും അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മദർ സ്റ്റാൻഡ്സ് ആസ് എ ബാരിയർ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ് ഹാപ്പൻസ് ടു ദ ചൈൽഡ്. അപ്പൊ ഇവിടെ മദർ ഒരു ബാരിയർ ആയിട്ട് ഒരു തടസ്സം, അതായത് ഒരു ഡേഞ്ചേഴ്സും അവളുടെ കുട്ടികളെയും ഫാമിലിയിലുള്ളവരെയും അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ആ ഡേഞ്ചേഴ്സിന്റെ മുന്നിൽ ഒരു തടസ്സമായിട്ട് അമ്മ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ കുട്ടികളെയോ ഒരു ഡേഞ്ചേഴ്സും അഫക്റ്റ് ചെയ്യില്ല. Their door against the wind and snow. കാറ്റിനും മഞ്ഞിനും എതിരായി നിൽക്കുന്ന വാതിലാണ് ഞാൻ. അതാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ്. ഇവിടെ നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ വിൻഡ് ആൻഡ് സ്നോ, അതായത് കാറ്റ് മഞ്ഞ് എന്നുള്ളത് ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് എടുക്കാം. അതായത് ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഫാമിലിക്ക് വരുന്ന പ്രോബ്ലംസിനെയാണ്. അപ്പൊ നമ്മൾ അവളുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് ഒരു ഡോർ ക്രിയേറ്റ് ചെയ്യും. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പ്രോബ്ലംസും ഡേഞ്ചേഴ്സും അവളുടെ കുട്ടികളെ അഫക്റ്റ് ചെയ്യാതെ അവരെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. പിന്നെ ഈ ലൈനിലെ ലാസ്റ്റ് 2 ലൈൻ, ദോ ഹും എ മാൻ ലൈഡ് ഇൻ എ മാൻചർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ദോ ഹും എ വുമൺ ലൈഡ് ഇൻ എ മാൻചർ. ഇവിടെ ദോ എന്ന് പറയുന്നത്, ദോ എന്നുള്ളത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. അതായത് പഴയകാല ഇംഗ്ലീഷിൽ നമ്മളെ ബൈബിളൊക്കെ എഴുതപ്പെട്ട കാലത്ത് യൂസ് ചെയ്തിരുന്ന
ഒരു വേർഡാണ് ദോ എന്നുള്ളത്. അപ്പൊ ദോ എന്നുള്ളതിന്റെ മീനിങ്, കറക്റ്റ് മീനിങ് യു എന്നാണ്. യു, നമ്മൾ നീ എന്ന് പറയില്ലേ, ആ യു ആണ്. അപ്പൊ ഇവിടെ ദോ, ഈ 2 ലൈനിൽ മദർ അവളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തോട്, അതായത് ജീസസ് ക്രൈസ്റ്റിനോട് പ്രേ ചെയ്യുവാണ്. ദോ ഹും എ വുമൺ ലൈഡ് ഇൻ എ മാൻസർ, നിന്നെ ഒരു വുമൺ ലൈഡ് ഇൻ എ മാൻസർ, പ്രസവിച്ചത് ഒരു പുൽത്തകിടിയിലല്ലേ, അല്ലെങ്കിൽ ഒരു പുൽത്തകിടിയിൽ അല്ലേ. അപ്പൊ ഇവിടെ പറയാം, നിങ്ങളല്ലേ പുൽത്തകിടിയിൽ ജനിച്ച ദൈവം എന്ന് ഇവര്, അതായത് പുൽത്തകിടിയിൽ ജനിച്ചത് ആരാ? അതായത് കാലിത്തൊഴുത്തിൽ ജനിച്ചത് ജീസസ് ക്രൈസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹും എ ലൈഡ് ഇൻ എ മാൻസർ, ഹും എ വുമൺ ലൈഡ് ഇൻ എ മാൻസർ, ഇവിടെ റെഫറൻസ് പോകുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്തിലോട്ടാണ്. അവിടെ എന്താന്ന് വെച്ചാല് വുമണിനെ, അവര് പുൽത്തകിടിയിലാണല്ലോ ജീസസ് ക്രൈസ്റ്റിനെ മദർ മേരി പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ റെഫറൻസ് പറയുന്നുണ്ട്. അപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്ത് അമ്മ പ്രാർത്ഥിക്കുകയാണ്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുത്, എന്റെ മക്കള് വലുതാവുന്നത് വരെ എങ്കിലും എന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കരുത്. അപ്പൊ അമ്മ ഇവിടെ അവരുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുറച്ചു കാലം കൂടി എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാ അവർക്ക് ആയുസ് വേണമെന്ന് അവര് പ്രാർത്ഥിക്കുന്നത്? അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയാണോ? അല്ല, ഒരിക്കലല്ല. അവരുടെ മക്കളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ അമ്മ എന്റെ ആയുസ് നീട്ടിത്തരണം എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്റെ കുട്ടികൾ വലുതാകുന്നത് വരെയെങ്കിലും എന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കണമെന്ന് യേശു ക്രിസ്തുവിനോട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മദർ പ്രേസ് ടു ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ, ഇറ്റ് ഷോസ് ദ ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് മദർ. അപ്പൊ ഈ ഒരു പ്രെയർ ഉണ്ടല്ലോ, ഈ പ്രെയർ എന്ന് പറയുന്നത് അവളുടെ ആയുസ് നീട്ടി കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ല ആ ആയുസ്സിന് അവള് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മദറിന്റെ ലവിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ഈ പോയത്തിന്റെ സമ്മറി. നമുക്ക് 6 സ്റ്റാൻസയാണുള്ളത്. ഈ 6 സ്റ്റാൻസയിലും ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസും അവളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കുട്ടികളെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അവളുടെ ഒരുപാട് ഡേഞ്ചേഴ്സ്, പ്രോബ്ലംസ് ഒക്കെ ഫാമിലി ബാരിയറായിട്ട് പോയിട്ടും ഒക്കെ വർക്ക് ചെയ്യും. ഇത്രയാണ് ഈ ഇവിടെ പറയുന്നത്. നമുക്ക് സ്റ്റാൻസ് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചിടാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഞാൻ വീടിന്റെ തൂണുകളാണ്. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, കമാനത്തിന്റെ അടിസ്ഥാന ശിലയാണ് ഞാൻ. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ, എന്നെ എടുത്തു കഴിഞ്ഞാൽ റൂഫും വോളും, അതായത് മേൽക്കൂരയും വോളും, അതായത് കംപ്ലീറ്റ് റൂയിനാവും വീട്. വുഡ് ഫോൾ റൂയിൻ മീ, എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഹൗസ് കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്യും. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഞാനാണ് അടുപ്പിലെ തീ, ഞാനാണ് സൂര്യന്റെ പ്രകാശം. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, ഭൂമിയെ വാംതാക്കുന്ന ഹീറ്റ് ഞാനാണ്. വിച്ച് ഹെൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ, ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ എർത്ത് ഒരു കല്ലിനെ പോലെ തണുത്തുറഞ്ഞു പോകും. ഇവിടെ എർത്തായിട്ട് പറയുന്നത് ഹൗസിനെയാണ്. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, എൻ്റെ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ പകരുന്നത് എന്നിൽ നിന്നാണ്. ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ഞാനാണ് അവർക്ക് പ്യുവർ ലവ് കൊടുക്കുന്നത്. വിതൗട്ട് മീ കോൾ ദ ഹെർ സ്റ്റോൺ സ്റ്റാൻഡ്സ്, അതായത് ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ മറ്റാരുമില്ല. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, കുട്ടികൾ നല്ല രീതിക്ക് വളരുകയില്ല. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ, ഞാനാണ് ഫാമിലിയെ ഒന്നിച്ച് ടുഗദർ ആയിട്ട് കൊണ്ടുവന്ന ഹോൾഡർ. ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സാക്രഡ് ഡ്രീം, എൻ്റെ സ്നേഹത്തിന്റെ പരിശുദ്ധമായ വലയത്തിലാണ് അവര്, അതായത് എൻ്റെ കിൻഷിപ്പ് റിലേഷൻഷിപ്പിന്റെ ഉള്ളിലാണ് അവരുള്ളത്. ദർ നോട്ട് ഓഫ് ലവ് ക്ലോസ് ടുഗദർ, എൻ്റെ സ്നേഹത്തിന്റെ കെട്ടുകൊണ്ട് ഞാൻ അവരെ
അടുത്തു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവര് അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല അല്ലെങ്കിൽ വഴി തെറ്റി പോവില്ല എന്ന് പറയുവാണ്. ഐ ആം ദ ഹൗസ് ഫ്രം ടു റൂഫ്. ഞാനാണ് വീടിന്റെ ഫ്ലോറ് മുതൽ റൂഫ് വരെ. അതായത് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അമ്മയ്ക്കാണ്. അമ്മ വോളിടയ്ക്കുകയും അതുപോലെ കർട്ടൈൻസ് സ്റ്റിച്ച് ചെയ്യും, ബോർഡ് ക്ലീൻ ആക്കി വെക്കും, പിന്നെ മക്കൾക്ക് കിടക്കാനുള്ള ബെഡ് അറേഞ്ച് ചെയ്യും. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ആൾ ഡേഞ്ചർ. എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും പ്രോബ്ലംസ്, ഇന്റൻസിനോ മീൻസ് പ്രോബ്ലംസ്, അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് അമ്മ ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുക. ഇത്രയാണ് നമ്മുടെ പോയ ഉള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് കാതറിൻ ടൈനൻ ആണ്. അപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാൻ അടുത്ത കുറച്ച് വേർഡ്സിന്റെ മീനിങ്സ് ഒന്നുകൂടെ എടുത്ത് പറയാം. അപ്പൊ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ തൂണുകൾ. കീസ്റ്റോൺ അടിസ്ഥാനശില, ആർച്ച് കമാനം, റൂഫ് മേൽക്കൂര, വോള് ചുമരുകള്, റുയിൻ നശിക്കുക, അട്ടർലി പൂർണ്ണമായി. ഹെർത്ത് അടുപ്പ്, വാംസ് ചൂട് നൽകുക, ചൂട് പകരുക എന്നൊക്കെയാട്ടോ. അലൈവ് ജീവസുറ്റതാക്കി വെക്കുക, അല്ലെങ്കിൽ ആ വീടിനെ ജീവനുള്ളതാക്കി തീർക്കുന്നത് അമ്മയാണ്. എങ്ങനെ ഒരു ഭൂമിയെ സൂര്യൻ എങ്ങനെയാണോ ജീവൻ അലൈവ് ആക്കി വെക്കുന്നത്, അതുപോലെയാണ് മദർ അവളുടെ ഫാമിലിയെ അല്ലെങ്കിൽ അവളുടെ കുട്ടികളെ അലൈവ് ആക്കി വെക്കുന്നത്. ഹെർത്ത് സ്റ്റോൺ അടുപ്പുകളിലാണ്. ത്രൈവ് ഗ്രോ നോക്കിയാണ്. ട്വിസ്റ്റ് ഹോൾഡർ, സാക്രഡ് റിംഗ് പരിശുദ്ധമായ വളയം എന്ന മീനിങ് വരിക. പക്ഷെ ഇവിടെ കിൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് പറയുന്നത്. നോട്ട് കെട്ട് ടൈ. വാൻഡറിങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാ. ഫ്ലോർ ടു റൂഫ്, ഡെക്ക് ദ വോൾസ്. ഡെക്ക് മീൻസ് ഡെക്കറേറ്റ് എന്നാട്ടോ. പിന്നെ സ്പ്രെഡ് വിതറുക എന്നൊക്കെയാണ്. പിന്നെ സ്പിന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ദോ എന്നുള്ളത് യു എന്നാണ്. ഇവിടെ ദോ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. മാഞ്ചർ പുൽത്തകിടാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പുൽത്തകിടിലാണ് ജീസസ് ക്രൈസ്റ്റിനെ മദർ മേരി പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വിളിച്ചിട്ടാണ് മദർ പ്രേ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ പോയത്തിന്റെ സമ്മറി ആയിട്ട് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ ഇവിടെ ഒരു 4-5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ താഴെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതൊന്നുമല്ല. ഇമ്പോർട്ടന്റ് ആയത് ഞാൻ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കാതറിൻ ടൈനാനെ പറ്റി പറഞ്ഞതാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. കാതറിൻ ടൈനാൻ 1959-1931 is an Irish-born writer known mainly for her novels and poetry. She has, to her credit, more than a score of novels and 7 books of verse. She usually wrote under the name Catherine Tynan Higginson. Her human sympathy is keen, tender, warm, and constant. The poem Any Woman presents the all-embracing power of a woman to hold a family together. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് ലെതർ എന്ന് പറഞ്ഞാൽ റോപ്പാണ്, കെയർ. പിന്നെ വാർപ്പ് ആൻഡ് വൂഫ് നമ്മൾ പറഞ്ഞതൊക്കെ മീനിങ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെൻഷൻ ദ അണ്ടർലൈയിങ് ഐഡിയാസ് ഓഫ് ദ എക്സ്പ്രഷൻ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. പില്ലേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്.
അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന് താഴെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന അണ്ടർലൈങ് ഐഡിയാസ് എന്തൊക്കെയെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇത് നമുക്ക് എഴുതാനൊന്നുമില്ല, ജസ്റ്റ് റീഡ് ആൻഡ് റെസ്പോണ്ടിന് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ മതി, എഴുതൊന്നും വേണ്ട. ഇതൊന്നും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുന്നത്? കാരണം ഒരു ഹൗസ്, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പില്ലേഴ്സ്, തൂണുകൾ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മദർ. അമ്മ ഇല്ലാണ്ടായി ഒരു പില്ലർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, പില്ലർ നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ ആ ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു ഫാമിലിയിൽ നിന്ന് മദറിനെ എടുത്തു കളയുകയാണെങ്കിൽ ആ ഫാമിലിയും കംപ്ലീറ്റ് ആയി റൂയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പില്ലേഴ്സ് എന്നുള്ള പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നുള്ള എക്സ്പ്രഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഹൗ ഡസ് ദ പോയറ്റ് പോർട്രേ ദ ബോണ്ട് ബിറ്റ്വീൻ മദർ ആൻഡ് ഹെർ ചിൽഡ്രൻ? എങ്ങനെയാണ് പോയറ്റ് അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ അവള് പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്, പിന്നെ ഞാൻ അവർക്ക് പ്യുവർ ലവ് ആണ് കൊടുക്കുന്നത്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്റെ സ്നേഹം സത്യമായത് കൊണ്ട് തന്നെ എന്റെ മക്കളൊന്നും വഴി തെറ്റിപ്പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അവള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവള് നമുക്ക് ലാസ്റ്റ് ലൈൻസ് ഉണ്ടല്ലോ, ഇതാ ദോ ഹും എ വുമൺ, ഈ 2 ലൈൻസ് ഇല്ലേ, ഈ 2 ലൈൻസിൽ നമുക്ക് ആ അമ്മയുടെ മക്കളോടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അമ്മ പറയുന്നുണ്ട്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എന്റെ മക്കൾ വളരുന്നത് വരെ എന്നെ അങ്ങോട്ടേക്ക് എടുക്കരുത്, എന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അമ്മ പറയുന്നുണ്ട്. ഇതിട്ട് നമുക്ക് പ്യുവർ ലവ് ആണ് കാണാൻ കഴിയുന്നത്. അഥവാ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ലൈൻ കോട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ 3, കമന്റ് ഓൺ ദ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ഓൺ ദ എക്സ്പ്രഷൻ ഓഫ് ടു റോ expression without saying me. വിൻഡ് ആൻഡ് സ്നോ. അപ്പൊ വിൻഡിനെയും സ്നോയും ഇവിടെ പ്രോബ്ലംസ് ആണല്ലോ, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെയാണ് വിൻഡും സ്നോയും ആയിട്ട് ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലെ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് തന്നെ വിൻഡ് ആൻഡ് സ്നോ എന്തിന്റെ പ്രോബ്ലംസിന്റെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഫാമിലിക്ക് നേരെ വരുന്ന പ്രോബ്ലംസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമ്പിൾസ് ആയിട്ടുള്ള വിൻഡിനെയും അതുപോലെ തന്നെ സ്നോയെയും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി, ദ ക്വാളിറ്റീസ് ഓഫ് എ വുമൻ നീഡ് ടു ഫേസ് ചാലഞ്ചസ് ഓഫ് ലൈഫ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം, ക്വാളിറ്റീസ് ഓഫ് എ വുമൺ. അപ്പൊ നമ്മൾ ഈ പോയം ത്രൂ ഔട്ട് ദ പോയം എന്താ കണ്ടത്, ഒരു വുമണ് ഫാമിലിയിലുള്ള ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അത് അവളിൽ തന്നെ ഹിഡൻ ആയിക്കൊണ്ടിരിക്കുക. കാരണം അവൾ ഇവിടെ ഈ പോയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മദർ ഫിഗർ ആണ് നമ്മുടെ സ്പീക്കർ. അവര് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. കാരണം അവർ പറയുന്നുണ്ട്, എനിക്ക് ഈ വീടിന്റെ ഫ്ലോർ തൊട്ട് റൂഫ് വരെ അറിയാം. കാരണം എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അവൾക്ക് ആ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടുത്തെ പ്രോബ്ലംസും ഡേഞ്ചേഴ്സും എല്ലാം അവളെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്, മക്കളെ നല്ലപോലെ നോക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ക്വാളിറ്റീസ് ആണ്. അതുപോലെ തന്നെ അവൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. കാരണം ഇതൊക്കെ ഈ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലിക്ക് നേരെ വരുന്ന ഡേഞ്ചേഴ്സ് എപ്പോഴും ചെറുതായിക്കൊള്ളണമെന്നില്ല, ഇടയ്ക്ക് വലുതും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ ഓരോ ഏത് ഡേഞ്ചേഴ്സ് ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, എല്ലാ ഡേഞ്ചേഴ്സിനെയും ചെറുത്ത് നിന്ന് ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് എല്ലാത്തിനെയും ഒരു കൊടക്കീഴിൽ, അതായത് ഒരു ടുഗദർലി ഹോൾഡ് ചെയ്തിട്ടാണ് അവള് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, മദറിന്റെ ക്വാളിറ്റീസും ഇമ്പോർട്ടൻസും ഈ പോയത്തില് ഗ്യാദർ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ എന്താ
എഴുതി ചേർത്തിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയിലെ മദറിന്റെ ഇമ്പോർട്ടൻസ് എന്താണോ അക്കാര്യത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് കാതറിൻ ടൈനൻ എഴുതിയിട്ടുള്ളത്. മദർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഫാമിലി ഒന്നുമല്ല, ജീവിക്കാനുള്ള ഒരിടം മാത്രമായി തീരും. അവിടെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല എന്നും കാതറിൻ ടൈനൻ ഈ പോയത്തിലൂടെ നമുക്ക് ഒരു മെസ്സേജ് മുന്നോട്ട് തരുന്നുണ്ട്. പിന്നെ ആസ് ദ തീം ഓഫ് ദ പോയം ഒരുപാട് ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻസ് മദർ ആൻഡ് ഫാമിലി, അതാണ് ഇതിലെ മെയിൻ തീമായിട്ട് വരുന്നത്. പിന്നെ വുമൻസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഓഫ് വുമൺ ഇതൊക്കെയാണ്. പിന്നെ പിന്നെ നമ്മള് എക്സാമിനൊക്കെ കണ്ടിട്ടുള്ളത് വേറൊരു പോയം, പുറത്തുനിന്നുള്ള ഒരു പോയം തന്നിട്ട് ആ പോയമായിട്ട് ഈ സെയിം മീനിങ് വരുന്ന പോയായിരിക്കും. ആ പോയമായിട്ട് ഈ പോയത്തിനെ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാറൊക്കെ ചില എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. കാരണം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓതറിനെ പറ്റിയിട്ടും വർക്കിനെ പറ്റിയിട്ടും ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അതിന്റെ സമ്മറി ഒന്ന് കൊടുക്കണം. പിന്നെ തേർഡ് പാർട്ടിൽ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്, ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ പോയത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ എന്താ അപ്രിസിയേഷൻ എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മേജർ തീംസും എല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവരെ എടുത്തത് നമ്മൾ 6 സ്റ്റാൻസയാണ്. ഈ പോയത്തില് ടോട്ടലി ഉള്ളത് 6 സ്റ്റാൻസയാണ്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വെച്ചിട്ടാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയില് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABCDയും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഇത്രയും സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം AB എന്നുള്ളതുമാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ABCD എന്നാണ് വരുന്നത്. സെക്കൻഡ് ഒക്കെ എന്താ AB ഇത്രയും കാര്യങ്ങൾ ഓർത്ത്. മേജർ തീം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലെ അമ്മയ്ക്കുള്ള പ്രാധാന്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാണ് ഈ പോയത്തിലൂടെ കാതറിൻ ടൈനൻ ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വുമൻസിന് ഫ്രീഡം ഉണ്ട് എല്ലാം ഉണ്ട് ഫാമിലിയിൽ. പക്ഷെ അവള് കൺട്രോൾ ചെയ്യപ്പെടുവാണ്, വീട്ടിൽ മാത്രം ഇരിക്കാൻ കൺട്രോൾ ചെയ്യപ്പെടുക. അങ്ങനെ ഇരിക്കുന്ന ഒരു മദർ അവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അവളുടെ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെയാണ് ഈ പോയത്തിന്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്തതിൽ നമുക്ക് അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? നമുക്ക് ബൈ.